സ്നേഹമുള്ളവർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് കോളിഫ്ലവർ വടയാണ്. കോളിഫ്ലവർ ഗോബി മഞ്ചൂരിയൻ, ഗോബി ചില്ലി ഗോബി, അതിന് ഗോബി മസാല, അങ്ങനെ പലതും ഉണ്ടാക്കാം. പക്ഷേ ഈ ഗോബി കൊണ്ട് ഞാനൊരു വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസിയാണ് വട ഉണ്ടാക്കുക. അതിന് കുറച്ച് എടുത്തു. ഇനി ഇത് ഞാൻ ഈ ചോപ്പറിൽ ഇടുക കേട്ടോ. ചോപ്പറിലിട്ടിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. ഇതിൽ നോക്കും കോളിഫ്ലവർ തിളച്ച വെള്ളത്തിലിട്ടു. അത് കഴിഞ്ഞ് അതിനെ ക്ലീൻ ചെയ്ത് അതിലത്തെ പുഴുക്കളൊക്കെ ഉണ്ടോ നോക്കി ചെക്ക് ചെയ്ത് അതിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചോപ്പറിലിട്ട് ആകെ ഇങ്ങനെ പൊടിച്ചു തരുന്നതിനെ പൊടിച്ചുകൊണ്ടാണ്. ഇനി അതിലെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇഞ്ചി ഇടുക, കുറച്ച് ഉള്ളി ഇടുക, ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇടുക, ഉള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മല്ലിയുടെ ഇല ഇല്ല, കറിവേപ്പില ഇടണേ. മല്ലിയുടെ ഇല അല്ലെങ്കിൽ കറിവേപ്പില ഏത് വേണമെങ്കിൽ ഇടാം കേട്ടോ. അത് കഴിഞ്ഞ് ഒരു വെളുത്തുള്ളി, അധികം വെളുത്തുള്ളി വേണ്ട, ഒരെണ്ണം വെളുത്തുള്ളി ചെറുത് മസാല കേട്ടോ. ഒരു ടീസ്പൂൺ, അര ടീസ്പൂൺ ചാട്ട് മസാല, അത്രേ വേണ്ടു. അര ടീസ്പൂൺ ചാട്ട് മസാല ഇട്ടു. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ടു. ഇനി ഇതിൽ ബൈൻഡിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കടലമാവ് ബേസിലാണ് കേട്ടോ. ബൈൻഡിങ് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കണം. കടലമാവ് യൂസ് ചെയ്യും. കുറച്ച് കടലമാവ് ഒരു 2-3-4 ടീസ്പൂൺ ആകുമ്പോൾ 2-3 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചോളൂ കേട്ടോ. കടലമാവ് കുറച്ച് കപ്പലട്ടി ഇതിൽ ഇട്ട് തരുന്നതിനെ പൊടിച്ചെടുക്കണം കേട്ടോ. ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കേട്ടോ. അതിനില്ല ഇത് കപ്പലട്ടി ഓരോന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാട്ടോ. കപ്പലട്ടി ഇടയ്ക്ക് കടിക്കാനുണ്ട്. ഗരം മസാല കേട്ടോ. ഗരം മസാല ചേർക്കണം. ഗരം മസാല ചേർത്താലേ ഇതിന് മസാല വടയുടെ ടേസ്റ്റ് വരുള്ളൂ. ഫ്ലവർ ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്താ വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റിന് കുറച്ച് നോക്കൂ. ഒരു നുള്ള പെരിഞ്ജീരകം, അത് ഞാൻ മറന്നിരിക്കുകയായിരുന്നു. ഒരു നുള്ള പെരിഞ്ജീരകം കൂട്ടാ. മസാല വടയല്ലേ. ഇത് വെളിച്ചെണ്ണ നല്ല പോലെ മൂത്ത് കൂട്ടാം. തേയിലിടുന്ന വടകൾ ഇത് കൂട്ടാം. ഓട്ടോ കുഴക്കണ്ട. ഇങ്ങനെ ചെറിയ സിമ്മിലിട്ട് കലക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് മൂക്കില്ല. കളറാകുമ്പോൾ അത് വാങ്ങുന്നത്. അല്ലെങ്കിൽ ഉള്ളു കരിയും, ഉള്ളു വേവില്ല. അതുകൊണ്ട് ഗോൾഡൻ കളറാകുമ്പോൾ എടുക്കണം. നോക്കുക കേട്ടോ. ഇപ്പോൾ എടുത്ത് എന്ത് ഭംഗിയാണ് കാണാൻ. പരിപ്പോടേക്കാളും ഭംഗിയുണ്ട്. ഇനി നമ്മുടെ കോളിഫ്ലവർ വട തയ്യാറായി. എത്ര ക്രിസ്പി ആയിട്ട് ഇടുന്നത്. നമ്മുടെ പരിപ്പ് വട തോൽപ്പിക്കാൻ പറ്റുന്ന വടയാണ്. എന്താ സ്വാദം, നല്ല ടേസ്റ്റ്. എല്ലാവരും വിചാരിക്കുന്നത് പരിപ്പ് വടയാണ്. പരിപ്പ് വടയല്ല. ഇത് പരിപ്പൊന്നും ഇട്ടിട്ടില്ല. കോളിഫ്ലവറും കടലമാവും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, അത്ര ഗരം മസാല, ചാട്ട് മസാല. നല്ല സ്വാദാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. വളരെ ഈസിയാണ്. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും അയച്ചു കൊടുക്കൂ, ഫ്രണ്ട്സിനൊക്കെ. എല്ലാവരും ഒന്ന് അറിയട്ടെ. ഈ ഗോബി കൊണ്ട്, അതായത് ഗോബി എന്ന് പറഞ്ഞാൽ കോളിഫ്ലവർ കൊണ്ട് വട ഉണ്ടാക്കാമെന്ന് എല്ലാവരും അറിയട്ടെ. വളരെ ഈസിയാണെന്ന് അറിയട്ടെ. ഞാൻ ഇതിലെല്ലാം കാണിച്ചിട്ടുണ്ട്. അത് പ്രകാരം നിങ്ങൾ ചെയ്താൽ മതി. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യൂ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ.